ലോകം കൊടുങ്കാറ്റിലൂടെയും അനിശ്ചിതത്വങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും ദൈവം തൻ്റെ കരുണയുടെ കൂടാരത്തിന് കീഴെ നമ്മെ ഓരോരുത്തരെയും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗത്ത് വിവരിക്കുന്ന മുടിയനായ പുത്രന്റെ ഉപമയിൽ കൂടി യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ 2 പഠിപ്പിക്കലാണ് ക്ഷമയും സ്വീകരണവും, ഫോർഗീവ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ്. ആരോഗ്യകരമായ മനസ്സിന്റെ ഉടമകളാകുന്നതിന് ക്ഷമയും സ്വീകരണവും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. ഇന്ന് മനുഷ്യബന്ധങ്ങളിൽ പരസ്പര ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലാത്തതുകൊണ്ട് ബന്ധങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ പോകുന്നു. ഈ വേദഭാഗത്ത് പരാമർശിക്കുന്ന പിതാവിന്റെ സമീപനം ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും മാതൃകയാക്കേണ്ട ഒരു വലിയ പാഠമാണ്. മകൻ തെറ്റുകൾ ചെയ്ത് വീട്ടിൽ നിന്ന് അകന്നുപോയെങ്കിലും പിതാവ് അവനെ തിരികെ സ്വീകരിക്കാൻ തക്ക മനസ്സോടെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. യഥാർത്ഥ സ്നേഹം ആരോഗ്യകരമായ നല്ല ബന്ധങ്ങളെ അകറ്റിക്കളയുന്നില്ല. എത്ര തന്നെ വേദന ഉണ്ടാക്കി അകന്നുപോയെങ്കിലും തിരികെ വരാനുള്ള അവസരം നൽകുന്നു കാത്തിരിക്കുന്ന സ്നേഹം. ഇത് തകർന്നുപോയ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതിനുള്ള ക്ഷമയും സ്വീകരണവുമാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു, പക്ഷേ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ഈ ഉപമയിൽ പരാമർശിക്കുന്ന പുത്രൻ തിരികെ അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ പിതാവ് അവനെ കുറ്റപ്പെടുത്താതെ വളരെ ആത്മാർത്ഥതയോടെ അവനെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. മറ്റൊരാളോട് ക്ഷമിച്ചു എന്ന് നാം പറയുമ്പോൾ തെറ്റുകൾ നിരത്തിവെച്ച് വീണ്ടും വേദനിപ്പിക്കലല്ല, സംഭവിച്ചുപോയ വീഴ്ചകളെ ഉൾക്കൊള്ളാനും മുൻപോട്ട് ജീവിക്കാനുള്ള സാധ്യതകളെ കാണിച്ചു കൊടുക്കലുമാണ് ഉണ്ടാകേണ്ടത്. ഭവനത്തിലേക്ക് മടങ്ങി വന്ന മകനോട് ക്ഷമ കാണിച്ച പിതാവ് തകർന്നുപോയ അവനിലെ ബന്ധങ്ങൾക്ക് പുതിയ ജീവൻ നൽകുന്നു. സ്വന്തം ജീവിതത്തെ കാണാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളും പരീക്ഷയിൽ ഉണ്ടാകുന്ന തോൽവിയും ഒരു വ്യക്തിയെയും സ്വന്തം ഭവനത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ളതല്ല, മറിച്ച് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരാനും തിരുത്തലുകളോടെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് തുടരാനുമുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് ഓരോ ഭവനങ്ങളിലും ഉണ്ടാകേണ്ടത്. സ്വന്തം ഭവനത്തിലേക്ക് കുറ്റബോധത്തോടും നിരാശയോടും കടന്നു വന്ന ഈ മകന് പിതാവ് എല്ലാ അംഗീകാരങ്ങളും നൽകി വലിയ വിരുന്നൊരുക്കുന്നു. ഇത് വീണ്ടും തെറ്റുകൾ ചെയ്യുന്നതിനല്ല, പിന്നെയോ ജീവിക്കുന്നതിനുള്ള പുതിയ അവസരം നൽകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, കരുണയിലും സ്നേഹത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്നിടത്ത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. വിട്ടുവീഴ്ചകൾ നൽകാനും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന മനസ്സുണ്ടാകുന്നിടത്ത് ആരോഗ്യകരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയുള്ള മനസ്സുകൾ ആരോഗ്യത്തോടെ കാണപ്പെടുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം കുറ്റം ചുമത്തുന്നതിന് പകരം ക്ഷമ കാണിക്കുക, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിന് പകരം മനസ്സിനെ ഏറ്റിരിക്കുന്ന മുറിവുകൾക്ക് സൗഖ്യം പകരുക. ആത്മാർത്ഥമായ ചേർത്തുപിടിക്കലുകൾ ഏതൊരു വ്യക്തിയെയും വളർച്ചയിലേക്ക് നയിക്കും. നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുടുംബ ബന്ധ ഇടങ്ങളിൽ അനാവശ്യമായ ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്. അർത്ഥവത്തായ അഥവാ നിലനിർത്തേണ്ടതായ കുടുംബ ബന്ധങ്ങളോട് പരസ്പരം ക്ഷമ കാണിക്കാനും സ്നേഹവും കരുണയും നിലനിർത്തി ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.